SDPയുടെ ഈ തെരഞ്ഞെടുപ്പിലെ സാന്നിധ്യത്തെക്കുറിച്ചാണ്. SDPയെയും വെൽഫെയർ പാർട്ടിയുമൊക്കെ ഒരുമിച്ച് UDF-നൊപ്പം നിൽക്കുന്നു എന്നുള്ള ആരോപണം ഇത്തവണ LDF-ന്റെ ഭാഗത്ത് നമ്മൾ കേൾക്കുന്നതേയില്ല. കഴിഞ്ഞ തവണ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ എല്ലാ പ്രസംഗത്തിലും ഒരുപക്ഷെ ആദ്യം വരുന്ന വിഷയം LDF പ്രാസംഗികരുടെ ആദ്യം വരുന്ന വിഷയം ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചും SDPയെക്കുറിച്ചുമാണ്. പക്ഷേ ഇപ്പോഴെവിടെയും നമ്മൾ SDPയുടെ പേര് കാണുന്നില്ല. എന്തായിരിക്കും അതിന് കാരണമെന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. SDP ഇത്തവണ 40 സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മഞ്ചേശ്വരത്തെ അവരുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചാണ്. മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയെ വെച്ചു എന്ന് മാത്രമല്ല, ആ സ്ഥാനാർത്ഥിയുടെ പേര് KM അഷ്റഫ് എന്നുള്ളതാണ്. അവിടുത്തെ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയുടെ പേര് AKM അഷ്റഫ് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അപര സ്വഭാവമുള്ള സ്ഥാനാർത്ഥിയെ വെച്ചുകൊണ്ട് മഞ്ചേശ്വരത്ത് വോട്ട് പിടിക്കാൻ SDP ഇറങ്ങുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതായത് മഞ്ചേശ്വരത്തിൻ്റെ സ്വഭാവം നമുക്കറിയാം. വളരെ കുറഞ്ഞ വോട്ടുകൾക്ക് മാത്രമാണ് അവിടെ UDF ഇതുവരെ ജയിച്ചു വന്നിട്ടുള്ളത്. K. സുരേന്ദ്രൻ അവിടെ തോറ്റത് വെറും 89 വോട്ടുകൾക്കാണ് അവിടെ ഒരിക്കൽ തോറ്റിട്ടുള്ളത്. അതായത് ഓരോ വോട്ടും അതിനിർണായകമായ ആ മഞ്ചേശ്വരത്ത് എന്തിനാണ് SDP സ്ഥാനാർത്ഥിയെ നിർത്തുന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിൽ നിന്ന് നമുക്ക് മറുപടി തുടങ്ങാം. അജിംസ്, അതായത് എന്തിന് എന്ന ചോദ്യത്തിന് ഇതുവരെ SDP ഔദ്യോഗികമായി മറുപടി പറഞ്ഞിട്ടില്ല. മൂവാറ്റൂർ അഷ്റഫ് മൗലവി അവരുടെ സംസ്ഥാന അധ്യക്ഷൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. എന്താണ് ജനാധിപത്യത്തിൽ മുൻ അധ്യക്ഷനാട്ടോ. ഫാസിസത്തിനെതിരായ പോരാട്ടം വളരെ അനിവാര്യമാണ്. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആ മട്ടിൽ ആ അർത്ഥം വരുന്ന ഒരു പ്രയോറിറ്റി അതിനായിരിക്കണം. എനിക്കത് വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല. അങ്ങനെയാണെങ്കിൽ ഈ മഞ്ചേശ്വരത്ത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. മഞ്ചേശ്വരത്ത് അങ്ങനെയാണെങ്കിൽ SDP സ്ഥാനാർത്ഥിയെ നിർത്തി BJPയുടെ ജയം എളുപ്പമാക്കുകയാണോ SDP ചെയ്യേണ്ടതെന്നുള്ള ചോദ്യമുണ്ട്. അത് പോസ്റ്റ് പിൻവലിച്ചു. അപ്പോൾ അവർക്കിടയിൽ ഒരു റിഫ്റ്റ് ഉണ്ടോ? റിഫ്റ്റ് ഒന്നുമല്ല. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ SDP ഉൾപ്പെടെയുള്ള ഇത്തരം നവസാമൂഹിക രാഷ്ട്രീയ പാർട്ടികൾ, നവസാമൂഹികത ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പൊതുവെ വാദിക്കാറുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് AIMM കുറിച്ച് പറയുമല്ലോ, അസദുദ്ദീൻ ഉവൈസിയുടെ. ഉവൈസി എന്തിനാണ് ഉത്തരേന്ത്യയിൽ മത്സരിക്കുന്നത്? BJP ജയിപ്പിക്കാനാണെന്നുള്ള ക്വസ്റ്റ്യൻ റെലവൻ്റ് ആണ്. അങ്ങനെ ഉയർന്നു വരാറുണ്ട്. ഉവൈസി BJP ചാരനാണെന്ന്. അപ്പോൾ ഉവൈസി പറഞ്ഞത് എന്താണ്? ഞങ്ങളുടെ പാർട്ടി വളർത്താൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്, ഞങ്ങൾക്ക് വോട്ടുണ്ടാക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. അവർ വർദ്ധിപ്പിക്കുന്നുണ്ട്, വോട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്, സീറ്റ് വർദ്ധിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നം, വളരെ നിർണായകമായ ചില സന്ദർഭങ്ങളിൽ തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് BJP ജയിക്കുമോ എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ്. അവിടെയാണ് SDP പോലുള്ള പാർട്ടികൾ, ഈ നവസാമൂഹിക രാഷ്ട്രീയ പാർട്ടികളിൽ SDP സവിശേഷമായ പ്രാധാന്യം. അവർ സമൂഹത്തെ പ്രൊഫസ് ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട കാര്യം RSSന്റെ അപകടത്തെക്കുറിച്ചാണ്. RSSും BJPയും അധികാരത്തിൽ വന്നാലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്. അവർ വേട്ടയാടുന്ന ജനസമൂഹങ്ങളെക്കുറിച്ചാണ് അവർ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നത്. അങ്ങനെയുള്ളൊരു പാർട്ടി എന്ത് ചെയ്യുകയാണ്? BJPയുടെ ജയം എളുപ്പമാകുന്ന വിധത്തിൽ ഒരു കാൻഡിഡേറ്റിനെ പ്ലേസ് ചെയ്യുമ്പോൾ അത് കുറച്ച് സംശയത്തോടെ നോക്കാൻ പറ്റും. അത് അവർക്കിടയിൽ റിഫ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. ഇനി മറ്റെന്തെങ്കിലും സമ്മർദ്ദം മൂലമാണോ ഇത് ചെയ്യുന്നത് നമുക്കറിയില്ല. കാരണം പല രീതിയിൽ വേട്ടയാടപ്പെടുന്ന ഒരു വിഭാഗം കൂടിയാണ് SDP. അർത്ഥത്തിൽ കേന്ദ്ര ഭരണകൂടത്താൽ വേട്ടയാടപ്പെടുന്നവരാണ്. അപ്പോൾ ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പാണോ, അതല്ല മറ്റെന്തെങ്കിലും ഡീലാണോ, ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ അവർ പ്രൊഫസ് ചെയ്യുന്ന കാര്യം, അവർ പ്രൊഫസ് ചെയ്യുന്ന രാഷ്ട്രീയത്തെ ജനങ്ങൾ സംശയത്തോടെ വീക്ഷിക്കാൻ മാത്രമേ ഇത് ഉപകരിക്കൂ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ട ഒരു ന്യായീകരണവാദമുണ്ട് ഈ സംഭവത്തിന് അടിസ്ഥാനമായിട്ട്. നിയമമണ്ഡലത്തിൽ BJP ജയിക്കും, അവിടെ കോൺഗ്രസ് എന്തിന് സ്ഥാനാർത്ഥിയെ നിർത്തും എന്നാണ് ചോദ്യം. ശിവൻകുട്ടി പിന്തുണയ്ക്കുകയല്ലേ വേണ്ടെന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. 3ാം സ്ഥാനത്താണല്ലോ കോൺഗ്രസ്. പക്ഷേ നേമത്തെ സിറ്റുവേഷൻ അല്ല മഞ്ചേശ്വരത്ത്. നേമത്ത് കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ BJP ജയിച്ചു. അതാണ് അവസ്ഥ. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർത്തിയില്ലെങ്കിൽ BJP ജയിക്കും. അവിടെ കോൺഗ്രസ് മുരളീധരൻ നിന്ന് കൂടുതൽ വോട്ട് പിടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ തവണ നേമത്തെ ശിവൻകുട്ടി ജയിച്ചത്. മഞ്ചേശ്വരത്ത് അതല്ല അവസ്ഥ. മഞ്ചേശ്വരത്തെ അവസ്ഥ, നമ്മളൊരു സ്ഥാനാർത്ഥി നിർത്തിയിട്ട് ഏത് വോട്ടാണ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്, ആ വോട്ട് അട്രാക്ട് ചെയ്ത് ഏത് സ്ഥാനാർത്ഥി തോക്കും എന്നുള്ള ബോധത്തോടുകൂടിയാണ് നിർത്തുന്നത്. ജയിക്കാൻ സാധ്യതയില്ലാത്ത പാർട്ടികൾ. അപ്പോൾ ഇത് മഞ്ചേശ്വരത്ത് ഇത് ചെയ്യുന്നതിന് പിന്നിൽ തീർച്ചയായിട്ടും മറ്റ് താല്പര്യങ്ങളുണ്ട് എന്ന് വ്യക്തമാണ്. അതർവൈസ് SDP പോലെ ഒരു പാർട്ടി, അവർ നിരന്തരം BJPക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുകയും BJPക്കെതിരെ പോരാടുകയും അതിനുവേണ്ടി തന്നെ രൂപം കൊണ്ട പ്രസ്ഥാനമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത പാർട്ടി മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ അവരുടെ മറ്റുള്ളിടത്ത് സ്ഥാനാർത്ഥിത്വം കൂടി പരിശോധിക്കേണ്ടി വരും. മറ്റ് 40 ഇത് എന്തിനാണ് നിർത്തിയിട്ടുള്ളത്, ഏതൊക്കെ സ്ഥാനാർത്ഥികളെ ആണ് നിർത്തിയിട്ടുള്ളത്, എന്തിനു വേണ്ടിയാണ് നിർത്തിയിട്ടുള്ളത് എന്ന് പരിശോധിക്കേണ്ടി വരും. എന്തായിരിക്കും മറ്റു താല്പര്യം ജിമ്മി? ഇല്ല, SDPയുടെ ശത്രു ആര് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അസസ്മെന്റിൽ അവർക്ക് ഇങ്ങനെ പാളിപ്പോയത് എന്തുകൊണ്ടാണെന്നാണ് അത്ഭുതം. കാരണം മഞ്ചേശ്വരത്ത് കഴിഞ്ഞ തവണ SDPക്ക് സ്ഥാനാർത്ഥിയില്ല. ഇത്തവണയാണ് SDPക്ക് സ്ഥാനാർത്ഥിയുള്ളത്. ഇപ്പോൾ SDPയുടെ ശത്രു പ്രധാനപ്പെട്ടതായിട്ട് മുസ്ലിം ലീഗാണ് എന്ന മട്ടിൽ SDP അവിടെ നീങ്ങുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, ഈ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി അവിടെ വേറെ വലിയൊരു തർക്കം നടക്കുന്നുണ്ട്. SDPയുടെ 2020 അവർക്കൊരു ബ്ലോക്ക് അംഗമുണ്ട്. ആ ബ്ലോക്ക് അംഗത്തെ ഇത്തവണ ലീഗും BJP എല്ലാം കൂടെ ചേർന്ന് പരാജയപ്പെടുത്തി എന്നൊരു വലിയ പരാതി അവർക്കുണ്ട്. എന്തായാലും അയാൾ പരാജയപ്പെട്ടിട്ടുണ്ട്, അത് സത്യമാണ്. അതുപോലെ തന്നെയാണ് പൈവളിക പഞ്ചായത്തിൽ സുമന ജി ഭട്ട് എന്ന് പറയുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി
പദവിയിലേക്ക് ഒരു BJP കാർ ജയിച്ചപ്പോൾ അത് ലീഗുകാർ വോട്ട് ചെയ്തു എന്ന് വലിയ വാർത്തയുണ്ടായിരുന്നു ഒരു സമയത്ത്. അത് ഇവരെല്ലാവരും കൂടെ ചേർന്ന് കളിക്കുകയാണ് എന്നൊക്കെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം, എനിക്കറിയില്ല കൃത്യമായിട്ട്. പക്ഷേ SDP തോൽപ്പിക്കാനായി പല സ്ഥലങ്ങളിലും മുസ്ലിം ലീഗ് ആഞ്ഞ് ശ്രമിച്ചിട്ടുണ്ട്, ഉണ്ടാവും എന്നുള്ളതിൽ എനിക്ക് സംശയമൊന്നുമില്ല. അത് തദ്ദേശത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊളിറ്റിക്സ് തന്നെയാണ്. അല്ലെങ്കിലും ലീഗിനെ SDP ലീഗിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ജയിക്കാൻ സാധ്യതയുള്ള CPM-ഉം കോൺഗ്രസും BJP-യും മത്സരിക്കുന്നത്. അല്ലെങ്കിൽ BJP വിട്ടുള്ളൂ, കോൺഗ്രസും CPM മത്സരിക്കുന്നത്. പക്ഷേ ഇവിടെ SDP-യുടെ പ്രശ്നം, നിങ്ങൾക്ക് മഞ്ചേശ്വരത്ത് നിങ്ങൾക്ക് കഴിഞ്ഞ സ്ഥാനാർത്ഥി പോലുമില്ല, നിങ്ങൾ ജയിക്കില്ല, നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രസൻസ് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ മുസ്ലിം ലീഗുകാരൻ തോക്കണം. എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ ബ്ലോക്ക് മെമ്പറെ തോപ്പിച്ചു, അല്ലെങ്കിൽ മറ്റേ പഞ്ചായത്തിൽ അവന്മാരുണ്ട്, ഇനി അവന്മാരെ ഞങ്ങളെന്ന് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ചെറിയ പെനി വൈസ് പൗണ്ട് ഫോളിഷ് എന്ന് പറയുന്ന ഈ ചെറിയ ലോക്കൽ അടിയുടെ പേരിൽ BJP-ക്ക് അവിടെ നിന്ന് ഒരു അക്കൗണ്ട് തുറക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ചെറിയ തർക്കങ്ങളുടെ പേരിലൊക്കെ SDP പോലെ പ്രഖ്യാപിത BJP RSS വിരുദ്ധതയുള്ള ഒരു പാർട്ടി വല്ലാതെ ഇവരാൽ ഉപദ്രവിക്കപ്പെട്ട, ശരിയായും തെറ്റായും ഒക്കെ ഉപദ്രവിക്കപ്പെട്ട ഒരു പാർട്ടി അങ്ങനെ ചെയ്യുമോ? അവിടെ അജിംസ് പറഞ്ഞുകൊണ്ട് എനിക്ക് സംശയമുണ്ട്. വേറെ എന്തോ ചില കാര്യങ്ങൾ, ചില ഉറപ്പുകൾ ആർക്കെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അല്ലാതെ ലോക്കൽ ഇഷ്യൂവിൻ്റെ പേരിലൊന്നും ഇങ്ങനെ ചെയ്യാനുള്ള സാധ്യതയില്ല. ലോക്കൽ ഇഷ്യൂ ഉണ്ട്, ലോക്കൽ ഇഷ്യൂവിൻ്റെ പേരിലാണ് ചെയ്തതെങ്കിൽ കഷ്ടം. മറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പേരിലാണെങ്കിൽ SDP-യുടെ അവരുടെ അടിസ്ഥാനം തന്നെ അവർ ഇല്ലാതാക്കിയിരിക്കുകയാണ്. മഹാകഷ്ടം. അതെ. നിഷാദ്, ഇപ്പം കഴിഞ്ഞ തവണ ഞാൻ മനസ്സിലാക്കുന്നത്, കഴിഞ്ഞ തവണ വേങ്ങര മണ്ഡലത്തിലാണ് ഒരു പക്ഷേ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ട് SDP നേടിയിട്ടുള്ളത്. പക്ഷേ വേങ്ങര മണ്ഡലത്തിൽ അവർക്ക് സ്ഥാനാർത്ഥിയില്ല. നേരത്തെ അജിംസ് സൂചിപ്പിച്ച AM-ന്റെ ഉദാഹരണം ഉന്നയിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ശക്തി പ്രകടിപ്പിക്കലാണ് അവർ ലക്ഷ്യമെങ്കിൽ അവർക്ക് വേങ്ങരയിൽ സ്ഥാനാർത്ഥിയെ വെക്കണം. പക്ഷേ വേങ്ങരയിൽ സ്ഥാനാർത്ഥി വെച്ചിട്ടില്ല, പക്ഷേ മഞ്ചേശ്വരത്ത് വെക്കുകയും ചെയ്തു. എനിക്കതിനെ ഒട്ടും നിഷ്കളങ്കമായിട്ട് തോന്നുന്നില്ല. അതാണ് എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യം. അതായത് SDP എന്ന് പറയുന്ന പാർട്ടി എന്താണ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ഐഡിയോളജി, ഇന്ത്യയിലെ മർദ്ദിത ന്യൂനപക്ഷങ്ങളുടെ രാഷ്ട്രീയമായ അഭയസ്ഥാനം എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയാണല്ലോ. ആ സംഘടന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്തതിൻ്റെ പേരിൽ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മണ്ഡലത്തിൽ BJP ജയിക്കുന്നു എന്ന നില വന്നാൽ പിന്നെ ആ പാർട്ടിക്കുള്ള ഒരു എക്സിസ്റ്റൻസിൻ്റെ സാധ്യത എന്ന് മാത്രമാണ്. അതിജീവനത്തിൻ്റെ സാധ്യത ഇല്ലാതാവുകയാണ്. നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും? നിങ്ങൾ BJP-യെ ജയിപ്പിക്കാൻ തക്ക തരത്തിലുള്ള കളികൾ കളിക്കുന്നവരാണ് എന്ന ഒരു ട്രസ്റ്റ് ഇഷ്യൂ, ആ വിശ്വാസം അവർക്ക് മേൽ രൂപപ്പെടും. അപ്പോൾ അവർ ഈ കളിക്കുന്ന കളി വെറുതെയല്ല. ഒരു നേരത്തെ പറഞ്ഞില്ല, സില്ലി ഈഗോയുടെ പേരിൽ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തി BJP-യെ ജയിപ്പിച്ച് കളയാം എന്ന് അവർ തീരുമാനിക്കുകയില്ല. അതിനേക്കാൾ വലിയ ബെനഫിറ്റ്സ് ഉണ്ട് എന്ന് സാധാരണ നിലയ്ക്ക് വിചാരിക്കണം. നിങ്ങൾ നോക്കി, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ SDP-ക്കാരുടെ വെറുതെ സോഷ്യൽ മീഡിയയിൽ പോയി നോക്കിയോ, മൊത്തം SDP-ക്കാരും ഏതോ കാരണത്താൽ നിശബ്ദരാണ്. എന്ത് കാണാൻ പറ്റും? അപ്പോൾ അവർക്ക് ആരൊക്കെയുമായ ഒരു സഖ്യത്തിൽ പ്രവർത്തിക്കുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് ശരിയാണ്, ഞങ്ങളുമായിട്ട് ആരും സഖ്യത്തിനില്ല, ഞങ്ങളെ ആരും സഹായിക്കുന്നില്ല, എങ്കിൽ ഞങ്ങളും ആരെയും സഹായിക്കുന്നില്ല എന്ന നില സ്വീകരിക്കാൻ എല്ലാ പാർട്ടിക്കും അവകാശമുണ്ട്. പക്ഷേ SDP മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്സ് എന്താണ്? ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ അതിജീവന പ്രശ്നം, അവരുടെ നിത്യജീവിത അതിജീവന പ്രശ്നത്തെ മുന്നോട്ട് വെക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ഒന്നാമത്തെ ലക്ഷ്യം എന്തായിരിക്കണം? ഫാസിസ്റ്റുകൾ വരുന്നത് തടയലാവണം. അതാണ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി എന്ന് പറയുന്ന മുൻ സംസ്ഥാന പ്രസിഡന്റ് ഫേസ്ബുക്കിൽ മുമ്പിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ സാധനം. അപ്പോൾ അതിനെ തടയാൻ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ആ ത്യാഗം നമ്മൾ സഹിക്കലാണ് ഒന്നാമത്തെ കാര്യം. അതിനാണല്ലോ ഇവർ ഈ ത്യാഗം മുഴുവൻ, പല കൈൻഡ് ഓഫ് ത്യാഗങ്ങൾ ഇവർ അവകാശപ്പെടുന്ന സാധനം മുഴുവൻ ഇവർ സഹിച്ചത്. ഇവിടെ അത് അവർ എന്താ പറ്റാത്തത്? ഇവിടെ അവർ കാണുന്നത് ഞങ്ങളുടെ പഞ്ചായത്ത് ഇലക്ഷൻ, ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഇലക്ഷൻ പോലെയുള്ള കേവലമായ കക്ഷി രാഷ്ട്രീയ താല്പര്യത്തിലേക്ക് ചുരുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ പാർട്ടി വിത്ത് ഡിഫറൻസ് സംഗതി എവിടെ എന്ന ക്വസ്റ്റ്യനുണ്ടല്ലോ. സോ അതുകൊണ്ട് ഇതൊരു സാധാരണ പെറ്റി വൈരാഗ്യത്തിൻ്റെ പേരിലുള്ള പരിപാടിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്ത് കൃത്യമായിട്ടുള്ള താല്പര്യമോ കരാറോ പ്രവർത്തിക്കാനുള്ള സാധ്യത തള്ളാൻ കഴിയുന്ന ഒന്നല്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ അവർക്ക് BJP-യെ ജയിപ്പിക്കാൻ മാത്രമാണ് അവിടെ താല്പര്യം. ഇപ്പം നോക്കൂ, ഇന്ന് കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും ഉച്ചത്തിൽ SDP വിളിച്ചു പറയേണ്ട രാഷ്ട്രീയ വിഷയമാണ് തലശ്ശേരിയിലെ കാരായി രാജൻ്റെ സ്ഥാനാർത്ഥിത്വം. ഫസലിനെ അവരുടെ കോമ്രേഡായിരുന്ന ഫസലിനെ കൊന്നുകളഞ്ഞ കേസിലെ പ്രതിയായ കാരായി രാജൻ തലശ്ശേരിയിൽ CPM മത്സരിപ്പിക്കുമ്പോൾ അതിനെതിരെ ഉച്ചത്തിൽ സംസാരിക്കേണ്ട പരമമായ ബാധ്യത ഉണ്ടായിരുന്ന SDP ഒരക്ഷരം മിണ്ടുന്നില്ല. എന്ന് മാത്രമല്ല, അവരുടെ സംസ്ഥാന പ്രസിഡന്റ് ലത്തീഫ് കഴിഞ്ഞ മാസമാണ് പറഞ്ഞത്, എനിക്ക് ഓർമ്മയുണ്ട്, കേരളത്തിലൊരു ഭരണവിരുദ്ധ വികാരവുമില്ല. എന്ന് മാത്രമല്ല, മുസ്ലിം വിരുദ്ധമായ എന്തെങ്കിലും ഒരു നിലപാട് CPIM സ്വീകരിക്കുന്നുവെന്ന് വിചാരിക്കാനും വയ്യാന്ന്. ആ അഭിപ്രായമൊക്കെ പറയാം കേട്ടോ, തെറ്റില്ലാത്ത അഭിപ്രായമാണ്, പറയാം. പക്ഷേ അഭിപ്രായത്തിൻ്റെ തുടർച്ച നമ്മൾ കാണുന്നു. കാരായി രാജൻ വധക്കേസിൽ ഒറ്റക്ഷരം മിണ്ടുന്നില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ പാർട്ടി സ്വീകരിക്കുന്ന നിലപാടിനുള്ള തൻ്റെ വിയോജിപ്പാണ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി രാവിലെ ഫേസ്ബുക്ക് ഇട്ടത്. ആദ്യത്തെ ശത്രു ഫാസിസ്റ്റുകളായിരിക്കണമെന്ന്.
പിന്നീട് അതിന് പിൻവലിക്കേണ്ടി വന്നു. എന്ന് വെച്ചാൽ പാർട്ടി ഇപ്പോൾ സ്വീകരിക്കുന്ന ആദ്യത്തെ ശത്രുവിന്റെ ഗണത്തിൽ നിന്ന് ഫാസിസ്റ്റുകളെ എടുത്തു മാറ്റിവെച്ച് ലോക്കൽ മുസ്ലിം ലീഗ് പ്രാദേശിക നേതാക്കന്മാരെ ആദ്യ ശത്രുവിന്റെ ഗണത്തിലേക്ക് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. അത് അപകടം പിടിച്ച കളിയാണ്, ശരിയായ സമീപനമല്ല എന്ന് മുൻ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നു. പിന്നെ അദ്ദേഹത്തിന് പിൻവലിക്കേണ്ടി വന്നു, പല സമ്മർദ്ദങ്ങൾക്കുണ്ടായിരിക്കും. എന്തായാലും ഇപ്പോൾ SDPI സ്വീകരിക്കുന്ന സമീപനം എന്ന് പറഞ്ഞാൽ അവർക്കകത്ത് തന്നെ പലതരത്തിലുള്ള റിഫ്റ്റ് ഉണ്ടാക്കുന്ന തീരുമാനമാണെന്ന് പറയാതെ വയ്യ. അവർ മഞ്ചേശ്വരത്തിരിക്കുന്ന നിലപാട് ഏതെങ്കിലും തരത്തിലുള്ള ഈഗോ ഇഷ്യൂ അല്ല, അത് താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഏതോ നിലയ്ക്കുള്ള ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടിയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ SDPI റീസൺ കാരണം അവിടെ BJP ജയിച്ചാൽ പിന്നെ SDPIക്ക് അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്ന മുസ്ലിം സമുദായത്തിൽ പുല്ലുവിലയായിരിക്കും. ആ റിസ്ക് അവരെടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനേക്കാൾ വലിയ എന്തോ സാധ്യത അവർ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു സന്ധിയാണെന്ന് ഞാൻ ന്യായമായി വിചാരിക്കുന്നു. അല്ലാതെ ഇത് കേവലമായി ഈഗോ തീർക്കലല്ല. അങ്ങനെ വർക്ക് ചെയ്തു പോന്നിട്ടുള്ള പാർട്ടിയല്ല ആ പാർട്ടി. എന്ന് മാത്രമല്ല പല വിഷയങ്ങളിൽ ആ പാർട്ടി സ്വീകരിക്കുന്ന സൈലൻസ്, ഇപ്പോൾ സമീപ ദിവസങ്ങളിൽ എടുത്തു വരുന്ന നിലപാട് എന്നിവയെല്ലാം സംശയത്തിന് മാത്രം ഇട നൽകുന്നതാണെന്നാണ് എൻ്റെ പോയിന്റ്. അതിൽ കക്ഷി BJP മാത്രവുമല്ല. അല്ല, കക്ഷി BJP മാത്രമല്ല, അതാണ് രാഷ്ട്രീയമായി അവർ ധാരണ ഉണ്ടാക്കിയിരിക്കുന്ന കക്ഷി BJP മാത്രമല്ല. മഞ്ചേശ്വരം മാത്രം കാണരുത്, ഈ 40 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളില്ലാത്ത മറ്റ് സ്ഥലങ്ങളെയും കൂടെ കാണുക, അത്രേ ഉള്ളൂ. യെസ്, ഏതായാലും ഫാസിസത്തിനെതിരെയാണ് തങ്ങളുടെ യുദ്ധമെന്നാണ് SDPI ഇപ്പോഴും അവരുടെ പ്രഖ്യാപനം ആയി പറയുന്നത്. പക്ഷേ അതാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ അവർക്ക് ഈ മഞ്ചേശ്വരം സ്ഥാനാർത്ഥിത്വം എങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അതിന് മറുപടി അവർ പറയേണ്ടതുണ്ട്.